എന്നറിയുമോ? മരണമെന്ന് പറയുന്ന ഒരു വാഹനം ഇങ്ങനെ കടന്നു വരുന്നു. മരണമെന്ന് പറയുന്ന ഒരു വാഹനം കടന്നു വന്നു. വീടിന്റെ മുന്നിൽ മയ്യത്ത് കെട്ടില് കൊണ്ടുവന്നു. ആ വാഹനത്തിൽ കയറി പോകാൻ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്ന വഴിയാത്രക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അതാ ബസ് കാത്തു നിൽക്കുന്നവരോട്, വണ്ടി കാത്തു നിൽക്കുന്നവരോട്, ഈ നിൽക്കുന്ന സമയം ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തോ. ഈ നിൽക്കുന്ന സമയം തുച്ഛമാണ്. ചിലപ്പോൾ 20 ചിലപ്പോൾ 30 ചിലപ്പോൾ 40. ഏറ്റവും കൂടി പോയാ 100 വയസ്സ്. അതിന്റെ മുകളിൽ എന്തായാലും നീ പോകില്ല. അതുകൊണ്ട് ഈ തുച്ഛമായ സമയത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ചെയ്യാൻ പരിശ്രമിക്കൂ. ആ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മാസത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഈ മാസത്തിന്റെ വില എന്താ? ഈ മാസത്തിന്റെ മഹത്വം എന്താ? മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, ഈ മാസത്തിന് വല്ലാത്ത പ്രത്യേകതയുണ്ട്. ജനങ്ങൾ പറന്നു പോകുന്ന മാസമാണ്. റജബ് കടന്നു വന്നപ്പോ റമളാൻ അടുത്തു എന്ന് മനസ്സിലായി. റജബ് കടന്നു വന്നപ്പോ റമളാൻ അടുത്തു എന്ന് മനസ്സിലായി. പക്ഷേ റജബിലൂടെ ഇങ്ങനെ കടന്നുപോയി. പടച്ചവനെ മറന്നു നടക്കുകയാണ്. ശഅബാൻ പെട്ടെന്ന് പോകുന്ന മാസമാണ്. ശഅബാൻ പെട്ടെന്ന് തീർന്നു പോകുന്ന മാസമാ. അത് ജനങ്ങളിൽ അധികം പേരും മറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാ ജനങ്ങൾ മറന്നു കളയുന്ന മാസത്തിന്റെ 2ാമത്തെ ദിവസം കഴിഞ്ഞു. ഇനി കണ്ണ് തുറച്ചടയുന്നതിന് മുമ്പ്, കണ്ണ് തുറന്നു തീരുന്നതിന് മുമ്പ് ശഅബാൻ നമ്മളോട് വിട പറയുകയാണ്. റമളാൻ അടുത്തല്ലോ, റമളാൻ അടുത്തല്ലോ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് എനിക്ക് പറയാനുള്ളത്, ഈ മാസം റസൂലുള്ളാഹിന്റെ മാസമാണ്, മുത്തുനബിയുടെ മാസമാണ്. ഇത് വെറുതെ തള്ളിക്കളയേണ്ട മാസമല്ല. ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, വഫീഹി തുർഫഉൽ അമാലു ഇബാദി ഇലാ റബ്ബിൽ ആലമീൻ. നമ്മുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോകുന്ന, നമ്മൾ ഈ വർഷക്കാലം ചെയ്ത എല്ലാ നന്മകളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് വെറുതെ നടക്കല്ലേ, തോന്നിവാസങ്ങൾ കാണിക്കല്ലേ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കല്ലേ. അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്നത് പോലെ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ട് കഴിയണമെന്ന് പ്രവാചകൻ പറയുമ്പോ ഈ പാതിരാത്രി കേൾക്കാമെന്ന, ഈ സദസ്സിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ മാസത്തിന് നിങ്ങൾ ആരെങ്കിലും ബഹുമാനിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പ്രവാചകനെ പെട്ടെന്ന് പറയുകയാ, ഈ മാസം നിസ്സാര മാസമല്ല. അതുകൊണ്ടാണ് നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും, നിന്റെ വാപ്പയുടെ വാപ്പയും ഉപ്പുപ്പയും ഉമ്മയൊക്കെ പടച്ചവനെ റജബ് മാസം എത്തുമ്പോഴേ വീടിന്റെ പരിസരം വൃത്തിയാകുകയാണ്. ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളഞ്ഞു, വീടും പരിസരവും വൃത്തിയാക്കി. പടച്ചവനെ, വിവാഹം അടുക്കുമ്പോഴല്ല വീട് പെയിന്റ് അടിക്കേണ്ടത്, അത് റമളാൻ കടന്നു വരുമ്പോഴാ. ആവശ്യമില്ലാത്തതെല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ട് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിട്ട് മനസ്സും ശരീരവും 2 മാസം മുമ്പേ നമ്മുടെ ഉമ്മ വൃത്തിയാക്കുമായിരുന്നു. ആ ഉമ്മയുടെ മകനായ ഞാനും നിങ്ങളും അല്ലാഹുവേ മറന്നുപോയില്ലേ? എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരുടെ ഹൃദയത്തിലും വേറെ പല കാര്യവുമാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മുത്തുനബിയുടെ മാസത്തിനെ ബഹുമാനിക്കാൻ കഴിയുമോ? റജബുൻ ശഹറുല്ലാഹ് വ ശഅബാനു ശഹരി വ റമളാനു ഉമ്മത്തി. മുത്തുനബിയുടെ മാസമായ ഈ പുണ്യമായ മാസത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബഹുമാനിക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ, അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ. അല്ലാഹുവേ, ഈ മാസത്തിന് ആദരിക്കാൻ, ഈ മാസത്തിന് ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു ഈ മാസത്തിനെ ബഹുമാനിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ പറയാൻ മടി, പക്ഷെ പ്രതിഫലം പറയുമ്പോ നീ പറയും ആമീൻ.